വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാനിട്ട് ചോക്ലേറ്റ് മൂസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർ ഇതേ ഞാൻ പറയണ പോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ലിങ്ക് ഇപ്പോൾ മുകളിൽ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. പക്ഷേ ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ ഇത് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലേ. അപ്പോൾ ഞായറാഴ്ച സ്പെഷ്യൽ ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഇപ്പോൾ ചുടുകാലല്ലേ, അപ്പോൾ അധികം നോൺ വെജ് ഐറ്റംസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്സ്, സ്പെഷ്യൽ എന്നല്ല എല്ലാവർക്കും അറിയണതാണ്, കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ കട്ട്ലറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഫി ഹൗസിൽ കിട്ടുന്ന പോലത്തെ കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ല ചെറിയൊരു മധുരമുള്ള കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ് ഉണ്ടാകുന്നത്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് കോട്ടിംഗ് ഒക്കെ വെച്ച് കുറച്ച് തിക്കായിട്ടാണ് എപ്പോഴും ഉണ്ടാവാറ് അല്ലേ, കുറച്ചൊരു കട്ടിയായിട്ട്. പക്ഷേ കോഫി ഹൗസിലെ കട്ട്ലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഓവർ മസാലയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു മധുരം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓണിയൻ ടൊമാറ്റോ സാലഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഒരു സൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചെറിയ സാലഡും അതിൻ്റെ കൂടെ ഇത്തിരി സോസും ഒക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല രസമാണ് കോഫി ഹൗസ് കട്ട്ലറ്റ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കട്ട്ലറ്റാണ് കോഫി ഹൗസ് കട്ട്ലറ്റ്. അതായത് ഒരുപാട് മസാല ഇല്ല, എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും, അങ്ങനത്തെ ഒരു കട്ട്ലറ്റ് ആയിരുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് കോഫി ഹൗസിലെ പോലത്തെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ ഈ കട്ട്ലറ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്. ഓണിയനൊന്നും അതായത് സവോളയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് മസാല എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് ഗരം മസാല, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയും കാണാം. അപ്പോൾ മിസ് ചെയ്യരുത് വീഡിയോ. അതിന് വേണ്ടിയിട്ടാണ് ആ ബെൽ ബട്ടൺ അമർത്താൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കാം. അപ്പം ഞാനിതാ 2 മീഡിയം സൈസ്ഡ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങും 2 ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അതിൻ്റെ തൊലി കളയട്ടെ. അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും, അത് കാരണം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഞാൻ വേഗം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കാണിക്കാം. ഞാൻ തൊലി കളഞ്ഞു. ഇനി ഞാൻ അതിനെ നുറുക്കിയതേ കുക്കറിലിട്ടു. കുക്കറിലാണ് നമ്മളിന്ന് വേവിക്കുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം മതി. അതേപോലെ ആവശ്യത്തിന് ഉപ്പിടുക ഈ പച്ചക്കറി വേവാനായിട്ട്. ഈ കഷ്ണങ്ങൾ നല്ലപോലെ വേവിക്കുക, ഒരു 4-5 വിസിൽ വെക്കുക. കാരണം എന്താ വെച്ചാൽ ബീട്രൂട്ടിന് നല്ല വേവുണ്ട്. അപ്പം നല്ലപോലെ എന്തായാലും നമുക്കിത് കുഴച്ചെടുക്കുക വേണ്ടേ. അപ്പം നല്ലപോലെ വെന്ത് വരാൻ 4 to 5 വിസിൽ ഇത് വെക്കുക. അപ്പം ഞാൻ വിസിലിട്ടിട്ട് കുക്കർ വെച്ചിട്ട് കഷ്ണങ്ങളോടെ വേവിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ഞാനിവിടെ വെക്കേണ്ട, അരക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനായിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക, കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട്. ഇനി അടുത്തത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിന് ഞാൻ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് വരില്ല. അത് കാരണം കുറച്ച് എടുത്താൽ മതി. ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എടുത്തു എന്നുള്ളൂ. ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ബ്രെഡാണ്. കഷ്ണങ്ങളൊക്കെ നമ്മുടെ നല്ലപോലെ വെന്തുണ്ട്. 5 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലപോലെ ഉടഞ്ഞു പോകും. ബീട്രൂട്ട് മാത്രമേ അത് ഇത്ര വേവാത്ത ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഞാൻ കൈകൊണ്ട് നമുക്ക് ഉടച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നല്ലപോലെ ഇങ്ങനെ ഉടഞ്ഞു പോകും. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കട്ടെ കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര മതിയായാലും കൂടുതൽ വേണ്ട നമുക്ക്. അപ്പോൾ അതവിടെ കഷ്ണങ്ങളൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാലും അതിനൊരിത്തിരി
മൊരിവ് വരുള്ളൂ, പെട്ടെന്ന് മൊരിയുള്ളൂ, ഒത്തിരി കട്ടിയും വരുള്ളൂ. അപ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കണ്ട. ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ചൂടായി 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് ക്രംസ് അവിടെ ആയിട്ടുണ്ട്. ഞാൻ എന്താ കഷ്ണങ്ങൾ ഇവിടെ ഉടക്കിയാണ്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് ഒന്ന് നല്ലോണം പ്രസ് ചെയ്യേണ്ടത് വേവില്ല. അത് കണ്ടോ, നല്ലപോലെ അമർത്തി കൊടുത്താൽ മാത്രമേ നമ്മുടെ ബീട്രൂട്ട് പൊടിയുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കിട്ടിയാലും നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട്ലറ്റ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഉടച്ചു ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണ, ഞാൻ എന്താ നോൺ സ്റ്റിക്ക് പാൻ പോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അടി വെച്ചിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കാണിച്ചു എന്നുള്ളൂ. ഞാൻ അങ്ങനെ ഉടച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് കഷ്ണങ്ങൾ അമർത്തിയിട്ട്. ഞാൻ എന്താ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ഒരുപാട് മസാലയൊന്നുമില്ല, അത് കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓവറാക്കാതിരിക്കുക നല്ലത്. ഇതൊരു മൈൽഡായിട്ടുള്ള കട്ട്ലറ്റാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു സ്മൂത്തായിട്ട്, അത്രയും നമുക്ക് ഹെവി ആയിട്ട് തോന്നില്ലേ കട്ട്ലറ്റ് കഴിച്ചാൽ. അപ്പോൾ അതാ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഞങ്ങൾ ഗരം മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലത്തെ. അപ്പോൾ ആ ഗരം മസാല ആണ് ഇതിലേക്ക് ഇടാൻ പോകണം. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതി കേട്ടോ. ഗരം മസാല ഇതാ ഞാനിപ്പോൾ കൈ കൊണ്ട് ഇടണത്, അത് 2 പിഞ്ചായിട്ട് ഇടണം. ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ ഇട്ടാൽ മതി. നന്നായിട്ട് ഇളക്കുക. ഗരം മസാല ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഉടച്ചു വെച്ച് ചേർക്കുക. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അതിലേക്ക് നല്ലപോലെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലപോലെ മിക്സ് ആവണം. ഈ മസാല നല്ലോണം ഒന്ന് വരണ്ട് വരണം. അതിലെ വെള്ളം കണ്ടിട്ടൊക്കെ പോകണം. അത് കണ്ട അത്യാവശ്യം നല്ലോണം പോയി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എനിക്കിഷ്ടമാണ് ആ ബ്രെഡ് ക്രംസിൻ്റെ ടേസ്റ്റ് കട്ട്ലറ്റിൽ വരുമ്പോൾ. അത് കാരണം കൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഉറപ്പും കൂടി കിട്ടും, അതിൻ്റെ ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ചൂട് ആറട്ടെ, എന്നിട്ട് നമുക്കതിനെ കട്ട്ലറ്റ് ആക്കാം. ഇതപ്പോൾ ആ ചൂടാറിയപ്പോൾ ഞാൻ ഓരോരോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എടുത്തു. ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കും. അപ്പോൾ ബ്രെഡ് ക്രംസ് മുക്കണതിന് മുന്നേ നമ്മൾ മുട്ടയിൽ സാധാരണ മുക്കാറുണ്ട്. ഇന്ന് ഞാൻ വെജിറ്റേറിയൻ ഡിഷാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് മൈദ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മൈദ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം നിങ്ങൾ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നത് ഇരിക്കും തോറും കട്ട പിടിക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതപ്പോൾ ഞാൻ പറഞ്ഞ മൈദ കലക്കി വെച്ചതാണ്. ഇവിടെ 2 ടീസ്പൂൺ മൈദ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചു. നിങ്ങൾക്ക് ഇത് മൈദ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദ ഉപയോഗിക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കട്ട്ലറ്റ് മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്യുക. ബ്രെഡ് ക്രംസ് ഇതിൽ ഓവറായിട്ട് നമുക്ക് ആവശ്യമില്ല. കോഫി ഹൗസ് കട്ട്ലറ്റ് നമ്മൾ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഓവറായിട്ട് നമുക്ക് അതിന് ബ്രെഡ് ക്രംസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കോട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കട്ട്ലറ്റിനെയും കോട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സ്ലോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുള്ള കാരണം കൊണ്ടാണ് എല്ലാം സ്ലോ ആയിട്ട് കാണിക്കാണ്ട് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കാണിക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്റ്റെപ്സൊക്കെ എനിക്ക് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫുള്ള് കോട്ട് ചെയ്തിട്ട് കട്ട്ലറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു, എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ കട്ട്ലറ്റ്സ് ഇടുകയാണ്. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിടും, എന്നിട്ട് മറ്റേ സൈഡ് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കും. അതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യണത്. കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട് കേട്ടോ. കാരണം അത് ഇത്തിരി സ്മൂത്തായിട്ടുള്ള കട്ട്ലറ്റ് ആയ കാരണം കൊണ്ട് ഇത്തിരി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും ബ്രെഡ് ക്രംസ് ഒന്നും കൂടി കോട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം.
ആ കട്ട്ലറ്റും അങ്ങനെ ഉണ്ടാക്കിയ കട്ട്ലറ്റും ഇങ്ങനത്തെ കട്ട്ലറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എൻ്റെ കട്ട്ലറ്റ്സ് 2 സൈഡും ആയപ്പോൾ ഞാൻ എന്താ പാത്രം മാറ്റുകയാണ്. എൻ്റെ കട്ട്ലറ്റ്സ് ഒരു സെറ്റ് ആയപ്പോൾ ഞാനത് പാത്രത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള കട്ട്ലറ്റ്സും ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതേ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന കട്ട്ലറ്റുകൾ ഉണ്ടാ, ഈ സൈഡിലിരിക്കുന്ന കട്ട്ലറ്റ് സൂപ്പർ സോഫ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റ തവണയെ കോട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ സൈഡിലുള്ളത്, അപ്പുറത്തെ സൈഡിലുള്ളത് ഇത്തിരിയും കൂടി ബ്രെഡ് ക്രമിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് അത് ഇത്തിരിയും കൂടി ബ്രൗൺ ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് കൊടുത്ത് അരിഞ്ഞ് ഇത്തിരി സൊറക്കി ഇത്തിരി ഉപ്പിട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ സാലഡ്. സിമ്പിളാണ്, പക്ഷേ ഈ കട്ട്ലറ്റിൻ്റെ കൂടെ സോസും ഇതും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റി യമ്മി കട്ട്ലറ്റ്സ് നമുക്ക് കിട്ടി, ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാവുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ തന്നെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടാവും വീട്ടിൽ, അപ്പോൾ അതൊക്കെ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.